വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഓരോ PSC എക്സാമിനും ഇപ്പോ 10 മുതൽ 20 വരെയൊക്കെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കുട്ടികളും ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ട് എന്ന് ടീച്ചർ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആഴ്ചയിൽ ഒരു 2 ക്ലാസ് എങ്കിലും കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ 100 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്, ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള 100 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് കൊടുത്തിരുന്നു. ഇന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഒരു 10 എല്ലാ ആഴ്ചയും നമ്മൾ തരുന്ന പോലെ ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഉള്ളൂ, പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ആദ്യത്തെ ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ ചോദ്യം 2024 അതുപോലെ തന്നെ 25 വർഷത്തില് മികച്ച പ്രകടനം ഒക്കെ കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ സ്വരാജ് ട്രോഫി നൽകുമല്ലോ. അങ്ങനെ 2024-25 കാലയളവില് സ്വരാജ് ട്രോഫി നേടിയത് ആര് എന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ സ്വരാജ് ട്രോഫി കൊടുക്കുന്നത് ആർക്കാണ്? മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അങ്ങനെയും ചോദിക്കാം, ആർക്കാണ് കൊടുക്കണേന്ന്? മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതാണ് എന്താന്ന് പറഞ്ഞ സ്വരാജ് ട്രോഫി എന്ന് പറഞ്ഞ. ആദ്യമായിട്ട് ഇപ്പൊ ടീച്ചർ എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണേന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ, നമ്മൾ ആർക്കും അറിയാത്ത കാര്യങ്ങളാണ് ആർക്കും അവർക്ക് ചിലപ്പോൾ ഒന്നും അറിയുണ്ടാവില്ല. അപ്പോൾ ഒന്നും അറിയാത്ത കുട്ടികൾക്ക് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ മറ്റു കുട്ടികൾ എന്തായിട്ട് ഇതിനെ എടുക്കണം? ഒരു റിവിഷൻ ആയിട്ട് എടുക്കണം കേട്ടോ മക്കളെ. അപ്പൊ അതില് മികച്ച എന്താ ഓരോ ഗ്രാമപഞ്ചായത്ത് ഏതാ, ജില്ലാ പഞ്ചായത്ത് ഏതാ, അങ്ങനെ നമുക്ക് പഠിക്കാം കേട്ടോ. ഇപ്പൊ മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉഴമലക്കലാണ്. ഉഴമലക്കൽ, ഉഴമലക്കൽ ട്ടോ. അപ്പൊ 2024-25 സ്വരാജ് ട്രോഫി നേടിയ മികച്ച ഗ്രാമപഞ്ചായത്തിന്റെ പേര് ഉഴമലക്കൽ എന്നാണ്. ഇനി അടുത്തത് പഠിക്കൂ, മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലമാണ്. ഇനി അടുത്തത് നോക്കൂ മക്കളെ, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം ബ്ലോക്ക് പഞ്ചായത്ത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം. അടുത്തത് ചോദിച്ചത് മികച്ച മുനിസിപ്പാലിറ്റി. അടുത്ത് പഠിക്കേണ്ടത് മികച്ച മുനിസിപ്പാലിറ്റി ഏതാണ്? മികച്ച മുനിസിപ്പാലിറ്റി ഏതാ മക്കളെ? ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഓർത്തു വയ്ക്കോ. 2024-25 സ്വരാജ് ട്രോഫി പ്രൊവൈഡ് ചെയ്യുന്നത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണെന്ന് ആദ്യം മനസ്സിലാക്കുക. മികച്ച 2024-25 വർഷത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലക്കൽ, മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം, മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് എപ്പോഴും പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നുണ്ട്, 70 വയസ്സായ ആൾക്കാർക്ക് രാജ്യത്ത് നടപ്പിലാക്കിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്പോ 70 വയസ്സ് തികഞ്ഞ ആൾക്കാർക്ക് ഏർപ്പാടാക്കിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് വിളിക്കുന്ന പേര് എന്താണ്? വയവന്ദന എന്നാണ്. എന്താണ്? വയവന്ദന. എന്താ പദ്ധതിയുടെ പേര്? വയവന്ദന. അടുത്തത് ഇന്ത്യയിലെ ഏത് തുറമുഖത്തിന് നൽകിയിരിക്കുന്ന ലൊക്കേഷൻ കോഡാണ്? ഇന്ത്യയിലെ ഒരു തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡാണ് ടീച്ചർ എഴുതാൻ പോണേ. ഈ ലൊക്കേഷൻ കോഡ് കാണാതെ പഠിച്ചോളൂ. INTRV01. ആരുടെയാണത്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ. അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡാ നമ്മൾ പറയണേ INTRV01. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എന്താ? INTRV
01 എന്നതാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാമത്തെ വാർഷികത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി എന്താ ഉണ്ടായേ? ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയിലെ പതിപ്പുകൾ ഇറക്കിയത്? താഴെ 75ാം ഭരണഘടനയുടെ ഭാഗമായി താഴെ പറയുന്ന ഏതൊക്കെ ഭാഷകളിലാണ്? ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് പ്രീവിയസ് ഇയർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇതിപ്പോ കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏതാണ്? സംസ്കൃതം. പ്രീവിയസ് ഇയർ എന്ന് പറയാൻ പാടില്ല. ഏതാണ്? ഈ വർഷം സംസ്കൃതം, മൈഥിലി. സംസ്കൃതം മൈഥിലി ഭാഷയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികം പ്രമാണിച്ച് സംസ്കൃതം, മൈഥിലി എന്നീ ഭാഷകളില് ഇന്ത്യൻ ഭരണഘടനയുടെ പതിപ്പുകൾ ഇറക്കി. ഇനി ഏതിനം ഉപഗ്രഹത്തിന് ഉദാഹരണമാണ്? ഒരു ഉപഗ്രഹത്തിന്റെ പേരാ പറയണേ. ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2. അപ്പൊ ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഏതിനം ഉപഗ്രഹമാണ്? ആ ഉപഗ്രഹം കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹത്തിന് ഉദാഹരണമാണ് ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2. അപ്പൊ ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 എന്നത് കമ്മ്യൂണിക്കേഷൻ ഉപകരണത്തിന് ഉദാഹരണമാണ്. അടുത്തത് 2026 AI ഇമ്പാക്ട് ഉച്ചകോടി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. 2026 AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ന്യൂഡൽഹി. 2026 AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാണ്. 2026 വീണ്ടും 2026 കാര്യ പറയണേ. പ്രഖ്യാപിച്ച പത്മഭൂഷൺ പുരസ്കാരം എന്താണ്? പത്മഭൂഷൺ. 2026 പ്രഖ്യാപിച്ച പത്മഭൂഷൺ പുരസ്കാരങ്ങളിൽ കേരളത്തിൽ നിന്ന് അർഹരായവർ ആരാണ്? 2026 കേരളത്തിൽ നിന്നും നമുക്ക് പത്മഭൂഷൺ നേടിയവർ 2 പേരാണ്. മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. 2026 പത്മഭൂഷൺ കേരളത്തിൽ നിന്ന് നേടിയ 2 ആൾക്കാരാണ്, മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. ഇനി ലോകത്തിലെ തന്നെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു ഈ അടുത്ത് വീണ്ടും. രാമായണ വാക്സ് മ്യൂസിയം തുറന്നത് എവിടെയാണ്? അറിയാത്ത കുട്ടികൾ പഠിക്കുക. അയോധ്യയിൽ. ലോകത്തിലെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം എവിടെയാ തുടങ്ങിയേ? അയോധ്യയിൽ തുടങ്ങി. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ഇത് വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? ജപ്പാൻ. ലോകത്താദ്യമായിട്ട് തടി കൊണ്ട് നിർമ്മിച്ച കൃത്രിമ ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ചത് ജപ്പാനാണ്. 18ാം ലോകസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുത്തത് ആരെയാണ്? എതിരില്ലാതെ തിരഞ്ഞെടുത്തത് മുകേഷ് ദലാലിനെയാണ്. 18ാം ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുത്തത് മുകേഷ് ദലാലിനെയാണ്. ആരെയാണ്? മുകേഷ് ദലാലിനെയാണ്. ഇനി അടുത്തത് ഭൂകമ്പ ബാധിതമായ മ്യാൻമാറില് സഹായം എത്തിക്കാനായിട്ട് ഇന്ത്യൻ സായുധ സേന നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ബ്രഹ്മയാണ്. അപ്പൊ ഭൂകമ്പ ബാധിത പ്രദേശമായ മ്യാൻമാറിൽ ഇന്ത്യൻ സായുധ സേന നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ എന്നാണ്. ആറാമത്തെ
ആറാമത്തെ ദേശീയ ജല പുരസ്കാരം. ആറാമത്തെ ദേശീയ ജല പുരസ്കാരത്തില് മികച്ച സംസ്ഥാനത്തിനുള്ള അവാർഡ് നേടിയത്, മികച്ച സ്റ്റേറ്റിനുള്ള അവാർഡ് നേടിയത് മഹാരാഷ്ട്ര. ആറാമത്തെ ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച സംസ്ഥാനത്തിനുള്ള അവാർഡ് നേടിയത് ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇനി അടുത്തത് നമ്മുടെ സംസ്ഥാനത്ത് വയോജന കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയി നിയമിതൻ ആയത് ആരാണ്? നമ്മുടെ സംസ്ഥാനത്തെ വയോജന കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കെ സോമപ്രസാദാണ്. ക്ലിയർ ആയോ മക്കളെ? ആരാ? കെ സോമപ്രസാദാണ്. 64ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി വിജയിച്ച ജില്ല ഏതാണ്? ഏതാണ് ജില്ല? കണ്ണൂരാണ് ജില്ല. ഏതാണ് ജില്ല? കണ്ണൂരാണ് ജില്ല. ഇനി അടുത്തത് രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുന്നതിന് വേണ്ടി കേരള പോലീസിന്റെ പദ്ധതിയുടെ പേര് എന്താണ്? നിർഭയ നിശ എന്നാണ്. എന്താണ്? നിർഭയ നിശ എന്നാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യം. അടുത്ത 2 ദിവസത്തിനുള്ള വീണ്ടും കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ടീച്ചർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇനിയും കുറച്ചും കൂടെ പ്രധാനപ്പെട്ട SCERT ചാപ്റ്റേഴ്സും കൂടെ പഠിക്കാനുണ്ട്. SCERT പാഠഭാഗങ്ങൾ അത്രയും മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള SCERT പാഠങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തോടു കൂടി നമ്മൾ പഠിക്കണം കേട്ടോ മക്കളെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമാവാൻ ഒന്ന് ലൈക്ക്, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും. ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ചെയ്യും കേട്ടോ.